ഹലോ ഗൈസ്, ചില ദിവസങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക വിയർത്തൊലിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് മേളിലത്തെ ഭാഗം മൊത്തം ക്ലീൻ ആക്കണമെന്ന്. പതിവില്ലാതെ ആദ്യമായിട്ട് അങ്ങ് ഇറങ്ങി ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലേഡീസ് എത്ര ക്ലീൻ ആക്കിയാലും ഭയങ്കര പാടാണ് നമ്മുടെ ഒരു ഫിസിക്കൽ കംഫർട്ട് വെച്ച്. പക്ഷേ നമ്മുടെ ഹസ്ബൻഡ് അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം അത് എന്താ പറയുക, അത് പിന്നെ രസമായി മാറുവാണ്. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് കൂടുമ്പോഴും, അതേപോലെ അത് കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനും അവരോട് സ്നേഹം ഒന്നുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അത് ജോലി ചെയ്തുകൊണ്ട് മാത്രമല്ല, എന്തോ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് എത്രത്തോളം ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ മോസ്റ്റ്ലി ലേഡീസിന് അവരുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് മാത്രമല്ല കേട്ടോ, എൻ്റെ കൊച്ചും ഒരുപാട് പണി ചെയ്തു, മൊത്തം ക്ലീൻ ആക്കാൻ സഹായിച്ചു. എല്ലാം വേസ്റ്റ് എല്ലാം കത്തിച്ച് കളഞ്ഞ് മേളിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. ആ മേൾത്തട്ടിൽ ഒരുപാട്. എനിക്കത് തന്നെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ താഴെ ഫുള്ള് ഇറക്കിയിട്ടപ്പം എൻ്റെ ചെറുക്കനത് വേസ്റ്റെല്ലാം, ഞാനും കൂടെ കൂടി വേസ്റ്റെല്ലാം കൊണ്ടുപോയി കത്തിക്കാനിട്ടു. മേൽവശം മൊത്തം എൻ്റെ ഹസ്ബൻഡ് ക്ലീൻ ആക്കി. ഇത്ര നന്നായിട്ട് പുള്ളിക്ക് ജോലി അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ചില ആൾക്കാരൊക്കെ എന്നോട് ഇത് കണ്ടിട്ട് ചോദിച്ചു, കാക്ക മലന്ന് പറന്നോന്നൊക്കെ ചോദിച്ചു. അത്രയ്ക്ക് അത്ഭുതമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഈവനിങ് ആയപ്പം കുമാരനെല്ലൂർ അമ്പലത്തിൽ പോയി. ഇപ്പം 7ാം മാസം ആയിക്കൊണ്ടിരിക്കുന്നു, മീൻസ് 7th മന്തിലാണ്. അപ്പോൾ 7th മന്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാ അമ്പലങ്ങളൊക്കെ പോയി തീർക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ കുറേ നാൾ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുമാരനെല്ലൂർ അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കസിൻസും ഉണ്ടായിരുന്നു. യൂഷ്വലി എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു അമ്പലത്തിൽ വരുമ്പം നമുക്ക് ദേവിയുടെ ഒരു പവർഫുൾ ഒരു ഓറ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നടുവൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു. കാര്യം അത് പുള്ളിയാണ് എല്ലാം ചെയ്തെങ്കിലും ഞാനും അതിനകത്ത് കുറേ നേരം അതിനകത്ത് എഫേർട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം ആണെങ്കിലും, വീക്ക്ലി വൺസ് ആണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രത്യേക ഭാഗ്യമാണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പോലും ഈ ഭാഗ്യം അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്.